സ്വാഗതം. ഫസ്റ്റ് റൗണ്ട് അപ്പിലേക്ക് തലക്കെട്ടുകൾ നോക്കാം. ആദ്യം, അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. കവടിയാറിലെ ആഡംബര വീട് നിർമ്മിക്കുന്നത് വായ്പയെടുത്തിട്ടാണെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരനായ PV അൻവർ MLA പറഞ്ഞു. പ്രധാനമായും 4 ആരോപണങ്ങളായിരുന്നു PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. അജിത് കുമാറിന്റെ അൻവറിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയ ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അൻവറിന്റെ ആരോപണത്തിൽ ഒന്നിലും കഴമ്പില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ട്. കവടിയാറിൽ അജിത് കുമാർ ആഡംബര വീട് വെക്കുന്നത് SBIയിൽ നിന്ന് 1.5 കോടി രൂപ ലോൺ എടുത്തിട്ടാണെന്നാണ് വിജിലൻസ് പറയുന്നത്. കുറവൻകോണത്തെ ഫ്ളാറ്റിന്റെ കരാർ ഒപ്പിട്ടത് 2009-ൽ 25 ലക്ഷം രൂപ വായ്പ എടുത്ത് അഡ്വാൻസ് നൽകി. 2013-ൽ MR അജിത് കുമാറിന് ബിൽഡർമാർ ഫ്ളാറ്റ് കൈമാറി. MR അജിത് കുമാറിന്റെ പേരിലേക്ക് ഫ്ളാറ്റ് മാറ്റിയത് 2019-ൽ. ഇതിൽ ക്രമക്കേടില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസുമായി ചേർന്ന് സ്വർണ്ണക്കടത്തിന്റെ പങ്ക് കൈപ്പറ്റിയെന്ന ആരോപണവും വിജിലൻസ് തള്ളിക്കളയുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം സുജിത്ത് കേസെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മലപ്പുറം SP ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിലും തെളിവില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരൻ PV അൻവർ. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും P ശശിയും അജിത് കുമാറും ഏത് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്താലും കേരളത്തിലെ നിയമവ്യവസ്ഥയിൽ കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഈ റിപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി ഞാൻ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും, ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും. അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ടെന്നും അതുകൊണ്ടാണ് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രഹസനമായിട്ടാണ് അന്വേഷണം മാറുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് കമ്മിറ്റഡ് ആണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം RSS നേതാക്കളെ കണ്ടത്. അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് വിജിലൻസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറും. മീഡിയ 1 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന പരാമർശത്തിൽ വിജയരാഘവനെയും CPM-നെയും കടന്നാക്രമിച്ച് UDF. സംഘ് പരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പരാമർശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CPM ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വിമർശിച്ചു. ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ അറസ്റ്റിൽ. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ കരോൾ നടത്തുമ്പോഴാണ് VHP പ്രവർത്തകരുടെ ഇടപെടലുണ്ടായത്. പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും അസഭ്യം പറഞ്ഞെന്നും ആരോപണം. നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും. നന്ദഗോപാൽ, എങ്ങനെയാണ് ഇവർ ഈ ക്രിസ്മസ് ആഘോഷം കരോൾ തടയാൻ ശ്രമിച്ചത്? പിന്നീട് എന്താണ് അവിടെ ഉണ്ടായത്? സൈഫുദ്ദീൻ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വളരെ ഗുരുതരമായ ഈ ഒരു വിഷയം ഉണ്ടായത്. ഈ നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ സ്കൂൾ അവധിക്ക് മുന്നേ ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു. അങ്ങനെ അധ്യാപകരും കുട്ടികളുമൊക്കെ സാന്റാക്ലോസിന്റെ ഒക്കെ വേഷം ധരിച്ച് കരോളിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ അറസ്റ്റിലായ 3 പേർ ഇവിടേക്ക് എത്തുകയും ഈ പ്രധാന അധ്യാപികയെയും ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരെയും കുട്ടികളുടെ മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞത്. ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ കാര്യം ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആഘോഷിക്കാതെ എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത് എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇവർ ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഇതോടെ ഭയപ്പെട്ടു പോയ പ്രധാന അധ്യാപിക പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇങ്ങനെയാണ് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നല്ലേപ്പള്ളി സ്വദേശികളായ വടക്കുംതറ K അനിൽകുമാർ, മാനംകുറ്റി കറുത്തേടത്തുകുളം സുശാസനൻ, തെക്കുമുറി വേലായുധൻ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ ഭാരവാഹികളാണ് എന്നുള്ളത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. 3 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ ഇങ്ങനെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ വലിയ ചർച്ചകളും നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ കുട്ടികളൊക്കെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന ഒരു പ്രശ്നം സൃഷ്ടിച്ചത് കുട്ടികൾക്കിടയിലും വലിയ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോടതി ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ നേതൃത്വം ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ശരി, നന്ദഗോപാലാണ് പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന പരാമർശത്തിൽ വിജയരാഘവനെയും CPM-നെയും കടന്നാക്രമിച്ച് UDF.
സംഘ് പരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പരാമർശമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. CPM ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വിമർശിച്ചു. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്കെത്തുവോ? വിജയരാഘവന്റെ ഈ വർഗീയ പരാമർശത്തിനെതിരെ UDF നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നു. CPM പോളിറ്റ് ബ്യൂറോയുടെ നിലപാടാണോ വിജയരാഘവന്റേതെന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചോദിച്ചു. അത് പ്രകാശ് കാരാട്ട വ്യക്തമാക്കേണ്ടത്. ഇത് പോളിറ്റ് ബ്യൂറോ ലൈനാണോ അല്ലയോ? VD സതീശനും K സുധാകരനും വിജയരാഘവന്റെ പരാമർശത്തെ BJPയോട് ഉപമിച്ചു. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. BJPയുടെയും CPMന്റെയും അന്തർധാര രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ അകത്ത് കേരളത്തിലെ പോളിറ്റിക്സ് മുങ്ങിപ്പോവുകയാണ്. രൂക്ഷമായ ഭാഷയിലാണ് CPMനെ ലീഗ് നേതാക്കൾ വിമർശിച്ചത്. ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടാൻ നോക്കുകയാണ്. ഉത്തരേന്ത്യയിൽ BJP കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ CPM ഇടതുപക്ഷം പരീക്ഷിക്കുന്നത്. അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല, വർഗീയ രാഘവൻ എന്നാണ്. എടോ വർഗീയ രാഘവ, നീ ചെയ്യാൻ ശ്രമിക്കുന്നത് RSS പോലും പറയാത്ത വാക്കാണ്. വിജയരാഘവന്റെ പരാമർശം ദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്. വയനാട് മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. വൈകിട്ട് 3:30 ഓൺലൈനായാണ് യോഗം. പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുക്കൽ, നിർമ്മാണ പ്രവർത്തികൾ എന്നിവ സംബന്ധിച്ച് തീരുമാനം ഇന്നുണ്ടാകും. പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുടെ യോഗവും ഉടൻ വിളിച്ചു ചേർക്കും. കൂടുതൽ വീടുകൾ വാഗ്ദാനം ചെയ്തവരെ മുഖ്യമന്ത്രി നേരിട്ട് കാണാനുള്ള തീരുമാനമെടുത്തേക്കും. ഗുണഭോക്താക്കളുടെ ആദ്യ കരട് പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതികളും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരും. പരാതികൾ പരിഹരിച്ച് 1 മാസത്തിനകം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം. മുണ്ടക്കൈ പുനരധിവാസത്തിലെ സർക്കാർ പട്ടിക അബദ്ധ പട്ടികയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. LP സ്കൂൾ കുട്ടികളെ ഏൽപ്പിച്ചാൽ ഇതിനേക്കാൾ നന്നായി പട്ടിക തയ്യാറാക്കുമെന്നും വി ഡി സതീശന്റെ പരിഹാസം. പട്ടികയിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെന്നും ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മന്ത്രി K രാജൻ. ഇപ്പൊ ദുരിതബാധിതരുടെ പട്ടിക അബദ്ധ പട്ടികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. LP സ്കൂളിലെ പിള്ളേരെ ഏൽപ്പിച്ചാൽ അവർ ഇതിനേക്കാൾ നന്നായിട്ട് പട്ടിക ഉണ്ടാക്കി കൊടുക്കാൻ. ദുരിതബാധിതരുടെ പട്ടിക അടിയന്തരമായി അവർക്ക് പുനരധിവാസം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞങ്ങൾ പറഞ്ഞു വന്നു, മൈക്രോ ഫാമിലി പാക്കേജ് വേണം. സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ ആശങ്ക ഉണ്ടാകേണ്ടതില്ല. എന്തായാലും ഒരിരട്ടിപ്പും ഒരു അനർഹരെയും ഒരു ആളെയും ഉൾപ്പെടുത്തില്ലെന്ന് മാത്രമല്ല, ആരെങ്കിലും വിട്ടുപോയാൽ അവരെ പൂർണ്ണമായും ഉൾപ്പെടുത്തും. മന്ത്രിയുടെ ഓഫീസ് ഇത് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, കാണേണ്ട ഒരു കാര്യവുമില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടോ എന്ന കാര്യം കൂടി ശ്രദ്ധയോടുകൂടി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ ചെയ്യും. PSC വിവരച്ചോർച്ച റിപ്പോർട്ട് ചെയ്ത മാധ്യമം ലേഖകരോട് ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചതിൽ വ്യാപക വിമർശനം. സ്റ്റാലിന്റെ റഷ്യയല്ല കേരളമെന്ന് പിണറായി വിജയൻ ഓർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മാധ്യമപ്രവർത്തനത്തെ വിലക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ലെന്ന് മന്ത്രി K രാജനും പ്രതികരിച്ചു. PSCയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ച വിവരം വാർത്തയാക്കിയതിനാണ് മാധ്യമം പത്രത്തിനെതിരെ വേട്ടയാടൽ. വാർത്ത റിപ്പോർട്ട് ചെയ്ത ലേഖകൻ അനിരു അശോകനോട് 2 ദിവസത്തിനകം ഫോൺ ഹാജരാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ്. ഇതിനെതിരെയാണ് വ്യാപക വിമർശനം ഉയർന്നത്. മാധ്യമ ലേഖനെതിരായ അന്വേഷണം തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. ആ വാർത്ത കൊടുത്ത ആളെ അഭിനന്ദിക്കണ്ടേ? അതിന് പകരം കേസ് എടുത്തത് ഇത് സ്റ്റാലിന്റെ റഷ്യൊന്നുമല്ല, തോന്നിയ ദിവസം കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനെതിരായി ഭയങ്കര ശക്തമായ നിലപാട് സ്വീകരിക്കും. തെറ്റായ നടപടിയാണ്, അത് പിൻവലിച്ചു പോകണം. വാർത്തകളുടെ പേരിൽ മാധ്യമപ്രവർത്തകരെ ഉപദ്രവിക്കരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. BJPയുടെ കാർബൺ കോപ്പിയായി CPM മാറിയെന്ന് KC വേണുഗോപാൽ. അവിടെ മാധ്യമ പ്രവർത്തകർക്ക് ദേശീയ തലത്തിൽ എത്ര മാധ്യമ പ്രവർത്തകരാണ് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ അതന്നെ അതിന്റെ കാർബൺ പതിപ്പാണ്. അവിടുത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ അപ്പൊ കേസ്. വാർത്തയുടെ പേരിൽ പ്രത്യേകമായി ആക്രമിക്കുന്ന നിലപാട് സർക്കാരിനില്ലെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ പ്രത്യേകമായി ആക്രമിക്കുന്ന ഒരു നയവും നിലപാടും, പ്രത്യേകമായി ക്രൂശിക്കാൻ പോകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള നിലപാടും ഗവൺമെന്റിന് ഔപചാരികമായിട്ടില്ല. ഫോൺ ഹാജരാക്കില്ലെന്ന് മാധ്യമം ലേഖകനും വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് സാമുദായിക സംഘടനകൾക്ക് അഭിപ്രായം പറയാമെന്ന് രമേശ് ചെന്നിത്തല. മന്നം ജയന്തി സമ്മേളനത്തിൽ ക്ഷണം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നും ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ലെന്നും രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ സമുദായ നേതാക്കൾക്ക് അവകാശമുണ്ടെന്നുമായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രതികരണം. ആർക്കും തന്നെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു.
അദ്ദേഹത്തിന് അയോഗ്യത. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. സാമുദായിക നേതാക്കളെ വോട്ട് വാങ്ങാമെങ്കിൽ അവർക്ക് അഭിപ്രായം പറഞ്ഞൂടെ? സാമുദായിക നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടാകണ്ടേ? അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ലേ? ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തതിൽ മുൻ ബാങ്ക് പ്രസിഡന്റ് VR സജിക്കെതിരെയും ജീവനക്കാർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് കുടുംബം. ജീവനക്കാർ തെറ്റു ചെയ്തെന്ന് തെളിഞ്ഞാൽ നടപടിയുണ്ടാകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് MJ വർഗീസ്. കട്ടപ്പനയിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. കേസിൽ പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെങ്കിലും CPM മുൻ ഏരിയ സെക്രട്ടറി VR സജിക്കും ബാങ്ക് സെക്രട്ടറി അടക്കം 3 ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നടപ്പായില്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സമീപിക്കാനാണ് നീക്കം. തള്ളിക്കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ പെട്ടെന്ന്, അതായത് സെക്രട്ടറി ഉണ്ടായിരുന്നു, റെജി ഉണ്ടായിരുന്നു, സുജി ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഒരിക്കലും ഇല്ലാത്ത ഒരു പെരുമാറ്റം. ക്രൈംബ്രാഞ്ചിന് കേസ് കൊടുക്കാനുള്ള ഇതുണ്ട്. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. നടപടിയെടുക്കുമെന്ന് പറയുമ്പോഴും ജീവനക്കാരെ സംരക്ഷിച്ചായിരുന്നു ബാങ്ക് പ്രസിഡന്റിന്റെ പ്രതികരണം. തെറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായത്. അങ്ങനൊരു ജീവനക്കാരില്ല അവിടെ. അല്ല, സാധാരണക്കാർ നമ്മുടെ രീതിയിലുള്ള ആൾക്കാരാണ്. നമ്മൾ കൂടി ആലോചിച്ചിട്ട് അവരെ എന്താണെന്ന് നടപടി എടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. ശരിയായ അന്വേഷണം നടക്കുമെന്നും കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. VR സജിയെ തള്ളിപ്പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെയായിരുന്നു മന്ത്രിയുടെ സംസാരം. ഞാനതിനെ ന്യായീകരിക്കുമല്ല, സംഭാഷണമല്ലേ. ആ സംഭാഷണത്തിന്റെ 2 ദിക്കും നമ്മൾ നോക്കേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ ഗൗരവമായി ഞാൻ കാണുന്നത് അതിന്റെ ഗൗരവം കുറച്ച് കാണുമല്ല, ഈ കുടുംബത്തെ നമുക്ക് ഏത് തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണല്ലോ നേരത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം. എൻ്റെ നിയോജകമണ്ഡലത്തിലെ ആൾക്കാർക്ക് അത്തരം കാര്യങ്ങൾ ഞാനിവിടെ ഒരു നിമിഷം വന്നില്ലെങ്കിലും ആ ജനങ്ങളോട് എനിക്ക് വിശ്വസ്തത അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പുലർച്ചെ ഞാനിവിടെ എത്തിയത്. PV അൻവർ MLAയും സാബുവിന്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. കട്ടപ്പനയിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായി. മീഡിയ 1 ഇടുക്കി. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിവിധ വകുപ്പുകൾക്കെതിരായ വിമർശനം. ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകൾ പോലും ഇല്ലെന്നും പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർക്ക് നീതി ലഭിക്കുന്നില്ലെന്നും വിമർശനം. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നാളെ മറുപടി നൽകും. ബി ജോയ് ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ വലിയ വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ ഉയർന്നു വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർക്ക് നീതി കിട്ടുന്നില്ല. പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ സ്റ്റേഷനുകളിൽ അവഗണനയാണ്. എന്നാൽ BJPക്കാർക്കും SDPIക്കാർക്കും നല്ല പരിഗണന കിട്ടുന്നുവെന്ന് മുഖ്യമന്ത്രിയെ ഇരുത്തി പ്രതിനിധികൾ പറഞ്ഞു. ആശുപത്രികളിൽ ആവശ്യമായ മരുന്നുകൾ പോലുമില്ല. രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ലെന്നായിരുന്നു ആരോഗ്യവകുപ്പിനെതിരായ വിമർശനം. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ശക്തനായ മന്ത്രി ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാനാവില്ലെന്ന് V ശിവൻകുട്ടിയെ ഇരുത്തി പ്രതിനിധികൾ പറഞ്ഞു. റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. പുതിയ ജില്ലാ കമ്മിറ്റിയെയും പുതിയ ജില്ലാ സെക്രട്ടറിയെയും നാളെ തീരുമാനിക്കും. VK പ്രശാന്ത്, G സ്റ്റീഫൻ അടക്കം 4 പേർ പുതിയതായി ജില്ലാ കമ്മിറ്റിയിൽ വരുമെന്നാണ് വിവരം. നാളെ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം. സംസ്ഥാനത്തെ എല്ലാ KS ഉദ്യോഗസ്ഥരും പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. വിവിധ വകുപ്പുകളിൽ KSകാരെ നിയമിച്ചത് അവിടെ നിലവിലുള്ള സമ്പ്രദായം തുടരാനല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KS ആദ്യ ബാച്ചിന്റെ 3ാം വാർഷികത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. നിങ്ങളെ വിവിധ വകുപ്പുകളിലായി നിയോഗിച്ചത് അവിടെ നിലവിലുള്ള സമ്പ്രദായങ്ങൾ അതേപോലെ തുടർന്നു പോകാനല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. പുതുപാത വെട്ടി തുറക്കാനാകും. ചില വകുപ്പുകളിൽ ഏറിയും കുറഞ്ഞുമൊക്കെ അത് നിലനിൽക്കുന്നുമുണ്ട്. സർവീസിൽ ആദ്യം വന്ന ബാച്ചാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ചില ബാലാരിഷ്ടതകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിക്ഷേപിച്ച ആശുപത്രി മാലിന്യം കേരളം നീക്കം ചെയ്യുന്നു. പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. ഇതിനായി ജില്ലാ കലക്ടറുടെ മേൽനോട്ടത്തിൽ 70 അംഗ സംഘം തിരുനെൽവേലിയിലെത്തി. മാലിന്യ നീക്കത്തിന് തമിഴ്നാട് സർക്കാരും സഹായമൊരുക്കി. ശേഖരിച്ച മാലിന്യം കേരളത്തിലെത്തിച്ച് സംസ്കരിക്കും. സംസ്ഥാനത്തിനാകെ വലിയ നാണക്കേടായ സംഭവത്തിൽ കൂടുതൽ വിവാദത്തിലേക്ക് പോകാതെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് കേരളത്തിന്റെ മാലിന്യ നീക്കം. 20 ഉദ്യോഗസ്ഥരടക്കം 70 പേരടങ്ങുന്ന സംഘമാണ് മാലിന്യ നീക്കത്തിനായി കേരളത്തിൽ നിന്ന് തിരുനെൽവേലിയിലെത്തിയത്. 4 പഞ്ചായത്തുകളിലായി 6 ഇടങ്ങളിലായിരുന്നു മാലിന്യം.
JCB ഉപയോഗിച്ച് 16 ലോറികളിലേക്ക് മാലിന്യം നീക്കി. സർവ്വസന്നാഹങ്ങളുമായിട്ടായിരുന്നു കേരളത്തിന്റെ വരവ്. തമിഴ്നാട് സർക്കാരും സഹായഹസ്തം നീട്ടി. രാവിലെ 9 മണിയോടുകൂടി തന്നെ മാലിന്യ നീക്കം ആരംഭിച്ചു. അതിനു മുന്നോടിയായി തമിഴ്നാട് സർക്കാരുമായി കേരളത്തിലുള്ള സംഘം ആശയവിനിമയവും നടത്തി. ഇവിടുന്ന് തമിഴ്നാട് ടീമുമായിട്ട് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഓരോ ലൊക്കേഷൻസിലേക്കും ഇവിടെ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 6 ലൊക്കേഷൻ. അത് ഇവിടെ നിന്നെടുത്ത് തരംതിരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസ്കരണം അത് കഴിഞ്ഞതിന് ശേഷം. മാലിന്യം നിക്ഷേപിച്ചതിൽ മലയാളി അടക്കം ഇതുവരെ 4 പേർ അറസ്റ്റിലായി. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും ഊർജിതമായി നടക്കുന്നുണ്ട്. കന്നുകാലികൾ മേയുന്ന, ഗ്രാമവാസികൾ കൃഷി ചെയ്യുന്ന സുന്ദരമായ ഈ ഗ്രാമത്തെയാണ് മലിനമാക്കി കുറേയധികം ആളുകൾ വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് ഉണ്ണി പാലാഴിക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. നോൺ വെന്റിലേറ്റർ ICUവിലാണ് നിലവിൽ ചികിത്സ തുടരുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആരോഗ്യനില കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രതികൂല ജീവിത സാഹചര്യങ്ങൾക്കിടയിലും ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കിയിലെ മലയോര ജനത. പ്രത്യാശയുടെ പ്രതീകമായി നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒക്കെ തയ്യാറാണ്. വ്യത്യസ്ത ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചവരും കുറവല്ല. കുമളിയിൽ നിന്ന് അത്തരമൊരു ആഘോഷത്തിന്റെ കഥയാണിനി. നക്ഷത്രങ്ങൾ, ക്രിസ്മസ് ഗ്രാമം, മഹാറാലി. 3 ദിവസങ്ങളിലായി ജില്ലയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ വിശ്വാസികൾ. ക്രിസ്തുവിന്റെ പിറവിയുടെ മഹാജൂബിലി വർഷത്തിന്റെ പ്രതീകമായി പള്ളിയങ്കണത്തിൽ സ്ഥാപിക്കാനായാണ് 2025 നക്ഷത്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. പരമ്പരാഗത ശൈലിയിൽ മുള കൊണ്ടാണ് നിർമ്മാണം. 24-ന് ഈ നക്ഷത്രങ്ങൾ മിഴി തുറക്കും. ഈ ഇടുക്കി ജില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം ബുദ്ധിമുട്ടുകളിലൂടെ നടന്നു പോവുകയാണ്. ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന വന നിയമവും ഒക്കെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായി വർഷങ്ങൾക്കപ്പുറത്ത്, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് കടന്നു വന്ന ഈശോയുടെ സമാധാനവും സന്ദേശവും ഒന്ന് പകർന്നു കൊടുക്കാൻ, അതെല്ലാവർക്കും പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആഘോഷത്തെക്കുറിച്ച് ചിന്തിച്ചത്. സ്റ്റെല്ല സലൂത്തിസ് എന്നാണ്. അത് ലത്തീൻ പദമാണ്. സ്റ്റെല്ല എന്ന് പറഞ്ഞാൽ നക്ഷത്രം, സലൂത്തിസ് എന്ന് പറഞ്ഞാൽ രക്ഷ. അപ്പോൾ ഇതൊരു രക്ഷയുടെ നക്ഷത്രമാണ്. ഈ സമൂഹത്തിന് മുഴുവൻ രക്ഷയുടെ ഒരു സന്ദേശം നൽകുക എന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. 25ഓളം ക്രിസ്തുമസ് പ്ലോട്ടുകളും നന്ദനം ഫിലിം ഇൻഡസ്ട്രീസ് ഒരുക്കുന്ന ലിവിംഗ് പുൽക്കൂടുകളും റാലിക്ക് കൊഴുപ്പേകും. ചടങ്ങിൽ സിനിമാ സംവിധായകൻ ജോണി ആന്റണി ക്രിസ്തുമസ് സന്ദേശം നൽകും. 500ഓളം കലാകാരന്മാരുടെ കലാവിസ്മയവും അരങ്ങേറും. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് ലിവർപൂൾ ടോട്ടനത്തെ നേരിടും. രാത്രി 10 മണിക്കാണ് മത്സരം. രാത്രി 7:30 ചെൽസി എവർട്ടനെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബേൺമൌത്തിനെയും നേരിടും. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് സെവിയയുമായി ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ന് ജയിച്ചാൽ ബാറ്റ്സയെ മറികടന്ന് റയലിന് പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്താം. അവസാനമായി സ്വർണ്ണവില. 22 ക്യാരറ്റ് ഗ്രാമിന് 7,090 രൂപ, പവൻ 56,720. 18 ക്യാരറ്റ് ഗ്രാമിന് 5,865 രൂപ, പവന് 46,920. വെള്ളി ഗ്രാമിന് 94 രൂപ.